പ്രീസ് ലോഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എൻ്റെ 13-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ താഴോട്ട്. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ 13-ാമത്തെ അധ്യായത്തിൽ അനേക ഉപമകൾ കർത്താവ് തന്നിട്ടുണ്ട്. ശിഷ്യന്മാരോടും ജനത്തോടും കർത്താവ് ഉപമകളായിട്ടും ചെറിയ ചെറിയ കഥയായിട്ടും ഓരോ കാര്യങ്ങൾ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാകുന്നു ഇത്, അവരോട് പറഞ്ഞു കൊടുത്തതാകുന്നു. ഇവിടെ പറയുന്ന ഒരു 4 ടൈപ്പ് ഓഫ് പീപ്പിൾ, അല്ലെ 4 തരത്തിലുള്ള ഈ ലോകത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് ഇത് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഇത് പറയുന്നത് വിതയ്ക്കുന്നവൻ്റെ ഉപമ, വിത്തിനെക്കുറിച്ച്, വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചാകുന്നു പറയുന്നത്. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്നവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഒരു മനുഷ്യൻ വചനം കേട്ടിട്ട് അത് ഗ്രഹിച്ചില്ല, അത് മനസ്സിലാകേണ്ട രീതിയിൽ അത് മനസ്സിലായില്ല. അപ്പോൾ എന്ത് ചെയ്തു? ദുഷ്ടൻ വന്ന് അത് എടുത്തു കളയുന്നു. അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നതായിട്ട് പറയുന്നു. അപ്പം ചില കൂട്ടരുണ്ട് മനുഷ്യർ, ഈ പറയുന്ന കൂട്ടത്തിലൊക്കെ നമ്മളും ഉണ്ടായിരിക്കാം. ഇപ്പം ഈ പറയുന്ന വചനം നമ്മൾ ഈ പ്രായത്തിനിടയിൽ നമ്മൾ എത്രയോ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ വചനങ്ങളും ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും. അതാ പറയുന്നത്, വചനം നമ്മൾ കേട്ടു, വചനം കേൾക്കാൻ ഇഷ്ടമാണ്, പോകാൻ ഇഷ്ടമാണ്, അവിടെ ഇരിക്കാൻ ഇഷ്ടമാണ്, അതൊന്നും കുറവൊന്നുമില്ല. പക്ഷെ വചനം കേട്ടിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല, മനസ്സിലാകാൻ സാധിക്കുന്നില്ല. അതങ്ങനെ അങ്ങ് വിടും. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് ഒന്നുകൂടെ വായിക്കുക. അത് മറ്റുള്ളവരറിയാവുന്ന മനുഷ്യരുടെ അടുത്ത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് അതൊന്ന് എക്സ്പ്ലനേഷൻ പിന്നെയും ഒന്നുകൂടെ ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെത്താനെ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രയും വഴിയരികെ വീണ വിത്ത്. ആമീൻ, ഹല്ലേലൂയ. ആദ്യത്തേത് വഴിയരികെ വീണ വിത്താകും. രണ്ടാമത്തേത് പാറസ്ഥലത്ത് വീണ വിത്താകുന്നു. ഒരുത്തൻ വചനം കേട്ടിട്ട് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ചില മനുഷ്യർക്ക് ഭയങ്കര സന്തോഷം, വചനം കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, കേട്ടുകൊണ്ടിരിക്കാൻ വളരെ ഇഷ്ടമാണ്. എങ്കിലും വേരില്ലായകയാൽ അവൻ ക്ഷണികനത്രേ. എന്നാൽ അത് പാറസ്ഥലത്തെന്ന് പറഞ്ഞാൽ പാറയ്ക്കിടയിൽ കൂടെ അതിന് വേര് കിട്ടത്തില്ല വളരുവാനായിട്ട്. പാറ അതിനെ ഞെരുക്കി കളയും. അടിയിലോട്ട് മണ്ണിൻ്റെ അവസ്ഥയില്ലാത്ത കൊണ്ട്, അതിന് നല്ല വേരില്ലാത്തതുകൊണ്ട് അത് ഉണങ്ങിപ്പോകും. അത് ക്ഷണികനത്രേ, അതില്ലാതായി പോകും. അതുപോലെ ആകുന്നു അടിസ്ഥാനമില്ലാതെ, വേരില്ലെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ എത്ര വചനം കേട്ട് കഴിഞ്ഞാലും നമ്മളത് ഗ്രഹിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതങ്ങ് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാകുന്നു. വേരില്ലായികൽ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വചന നിമിത്തം എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ, ഞെരുക്കമോ ഉപദ്രവമോ എന്തെങ്കിലും നേരിട്ടാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഉറച്ചു നിൽക്കാതെ പേടിച്ച് നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞാൽ അന്ന് വിട്ടേച്ച് അങ്ങ് പോകുന്നു. അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാകുന്നു അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത്. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നു. അടുത്തത് മുള്ളിനിടയിൽ വീഴുന്നതാകുന്നു. മുള്ളിനിടയിൽ നമുക്കറിയാം, മുള്ളിൻ്റെ ഇടയിൽ നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അത് വളരും. എന്നാൽ എന്ത് സംഭവിക്കും? ഈ മുള്ള് എല്ലാ സൈഡിൽ നിന്നും അതിനെ ഞെരുക്കി കളയും. അതിന് വളരുവാൻ കഴിയാതെ അതങ്ങ് അവിടെ ഇല്ലാതായി പോകും. അതുപോലാകുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും വചനം കേൾക്കുന്നു. ചില മനുഷ്യർ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കും.
ഈ ലോകത്തിൻ്റെ ചിന്തയാണെങ്കിലും ധനത്തിൻ്റെ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി ആ, അത് തീരുന്നതാകുന്നു. അത് വളരുവാൻ സാധിക്കാതെ ആ ചെടി പോകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിൻ്റെ വഞ്ചനയും ധനത്തിൻ്റെ വഞ്ചനയും ലോകത്തിൻ്റെ ചിന്തയെല്ലാം കയറി നമുക്ക് ഇതിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. എന്നാൽ നാലാമത്തെ, നല്ല നിലത്ത് വീണ വിത്ത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നതാകും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്രഹിക്കണം, അത് മനസ്സിലാക്കണം. പലപ്പോഴും വചനം ചിലപ്പം അത് വിളഞ്ഞ് 100ഉം 60ഉം 30ഉം മേനി നൽകുന്നു. അത് നല്ലതായിട്ട് വിളഞ്ഞിട്ട് 100ഉം 60ഉം 30ഉം മേനിയായിട്ട് അതായിത്തീരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലും വചനം പറയുന്നവരുടെയും ഉണ്ട് കുറ്റം, കേൾക്കുന്നവരുടെയും ഉണ്ട് കുറ്റം. വചനം ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. എല്ലാ മനുഷ്യർക്കും, വലിയ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വലിയ മലയാളമോ സാഹിത്യമോ ഒക്കെ അറിയാവുന്നവരുടെ കൂട്ടത്തിൽ തന്നെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് അറിയാവുന്ന അവർക്ക് പോലും ആക്ച്വലി ബൈബിൾ ഈസ് റിട്ടൺ ഇൻ ദ മോസ്റ്റ് സിമ്പിൾ വേ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഒരു ലാംഗ്വേജിൽ കൂടെ വചനം എഴുതിയിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ അവർക്കത് ഗ്രഹിക്കണം. ഗ്രഹിക്കാതെ പോയി കഴിഞ്ഞാലാകുന്നു ആദ്യത്തെ 3 എണ്ണം നമ്മൾ കണ്ടു. വഴിയരികെ വീണത്, പാറസ്ഥലത്ത് വീണത്, മുള്ളിൻ്റെ ഇടയിൽ വീണത്. ഇതിനെല്ലാം കുഴപ്പങ്ങളുണ്ടായിപ്പോയി. അടിസ്ഥാനമില്ലാതായിപ്പോയി, അല്ലെ മുള്ള് ഞെരുക്കുന്നതായിപ്പോയി. അതുകൊണ്ട് നമ്മൾ നല്ല നിലത്ത് കുറച്ച് വീണ് അത് 100ഉം 60ഉം 30ഉമായിട്ട് മെനങ്ങിയതായിട്ട് കാണുന്നു. അതുപോലെ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ മറ്റുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റുള്ളവരത് ഗ്രഹിക്കുക. വചനം കേൾക്കുക, ഗ്രഹിക്കുക, അത് ഏറ്റെടുക്കുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ ആ കേൾക്കുന്നതെല്ലാം വെറും യൂസ്ലെസ് ആയി പോകും. ദുഷ്ടൻ വന്നൊരു വശത്തൂടെ എടുത്തുകൊണ്ട് പോകും, മുള്ളു ഞെരുക്കി അതിനെ ഇല്ലാതാക്കും. പാറയുടെ ഇടയിൽ വീണതിനെ അതിന് വേരില്ലാതെ അടിസ്ഥാനമില്ലാതെ അങ്ങായിപ്പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും. അത് സംഭവിക്കാതെ നമ്മൾ വചനം കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നത് ഗ്രഹിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും നല്ലത് വചനം ആദ്യം വായിക്കുക. വചനം സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ആകുന്നു നമുക്കെല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിലാണ് വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപമ, വിത്തിൻ്റെ ഉപമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി മാറിത്തീരട്ടെ. നമ്മൾ വഴിയരികെ വീണ വിത്ത് പോലെ, പറവകൾ വന്ന് കുത്തിക്കൊണ്ട് പോകുന്ന പോലെ ആയിത്തീരാതെ, പാറമേൽ വീണ വിത്ത് അതിന് വേരില്ലാതെ അത് ഇല്ലാതായി പോകുന്നത്, മുള്ളിനിടയിൽ വീഴുന്ന വിത്ത് അത് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ധനത്തിൻ്റെ വഞ്ചനയൊക്കെ വരുന്നുടനെ അത് നിൽക്കാനായിട്ട് സാധിക്കാതെ അത് ഇല്ലാതായി പോകുന്നതും, ആ ഒരു അവസ്ഥയൊന്നും നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരാതെ നല്ല വചനത്തിൽ അടിസ്ഥാനമുള്ളവരായിട്ട് നമ്മൾ മാറിത്തീരണം. അതുകൊണ്ട് നമുക്ക് വചനം പഠിക്കാം. പഠിച്ച് ലെറ്റ്സ് ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്, റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ മുമ്പോട്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.